ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രതീക്ഷിച്ചത്. സോറി. ബബ്ബ കാണാം, കാണാതിരിക്കാം, നമ്മുടെ സൗകര്യം. അലട്ടാവുന്ന ഒരു പ്രശ്നമെന്നുള്ള പറയുന്നത് ആ തീരുമാനമെടുക്കുന്നതിലാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ ഏതൊരു സാധാരണക്കാരനെയും പോലെ അയാൾക്ക് ഈ മഹാരാജ്യത്തിലെ എല്ലാ പൗര സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ട് തന്നെ ഒരു ജീവിതം സാധ്യവുമാണ്. അയാളൊരു സെലിബ്രിറ്റി ആവുമ്പോൾ, അയാളൊരു പബ്ലിക് ഫിഗർ ആവുമ്പോൾ, അയാൾ നമ്മളുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ഒരു കലാസൃഷ്ടിയാണ്, ഒരു സിനിമയാണ്, അത്രയേ ഉള്ളൂ. ഒരു സിനിമയിൽ അഭിനയിച്ച ഏതൊരു നടന്റെയും പുറത്തെ സ്വഭാവ സവിശേഷതകൾ നോക്കിയാണോ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയെ നമ്മൾ വിലയിരുത്തുന്നത്? സിനിമയ്ക്ക് പുറത്തുള്ള ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഞാൻ ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നതും ആ സിനിമ ആസ്വദിക്കുന്നതും? അതാണ് കാതലായ ഒരു ചോദ്യം. ഇവിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാളുടെ സിനിമ വലിയ ബഹളത്തോടെ തിയേറ്ററുകളിൽ എത്തുന്നു. അതിന്റെ മേമ്പൊടിയായി നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുന്നു. ഇഷ്ടമുള്ള മറ്റു താരങ്ങളും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വലിയൊരു തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ തന്നെ ചെറിയൊരു കാമിയോ റോളിൽ ഇതിൽ കൊണ്ടുവരുന്നുണ്ടെന്നും പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്നോ പോയിപ്പോയ ഒരു ജനപ്രിയ താരപട്ടം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളായിട്ട് കാണാവുന്നതാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് താൻ. സിനിമ കാണണോ കാണണ്ടേ എന്നുള്ളിടത്താണ് ചെറിയൊരു ധാരണയോ പ്രശ്നം എന്നെ അലട്ടുന്നത്. ഇവിടെ അതിജീവിത എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇരയും വേട്ടക്കാരനും എന്നൊക്കെ പറയുന്ന പോലെ ഇര, ആ പ്രയോഗം തന്നെ തെറ്റാണ്. ആ പ്രയോഗത്തിൽ തന്നെ ഇരയ്ക്കൊരിക്കലും വേട്ടക്കാരനോളം ശക്തി ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും വിലക്കെടുക്കപ്പെട്ടതാണ് ഈ കുറ്റവിമുക്തിയെന്നും കോടതിയിൽ സത്യമല്ല, കുറ്റം തെളിയാതിരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും പണത്തിനും സ്വാധീനത്തിനും മുമ്പിൽ വഴങ്ങിയതാണ് നിയമദേവതയെന്നും കരുതുന്ന വലിയൊരു ജനസമൂഹം പുറത്തുണ്ട്. അവർക്ക് ഇതെങ്ങനെ കാണാൻ സാധിക്കും? പേട്ടൻ ഫാൻസിനോടൊപ്പം ആഹ്ലാദം പങ്കുവയ്ക്കാനോ തുള്ളിക്കളിക്കാനോ പോകുന്നില്ല. അവളോടൊപ്പം എന്ന ഹാഷ്ടാഗ് വച്ച് പോസ്റ്റുകളും ഇടുന്നില്ല. പ്രതികരിക്കാൻ മറ്റു വഴികളില്ലാത്തവർ ബബ്ബ കാണുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ആലോചിക്കൂ.